ഈശോംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഇത്രയും സ്നേഹമുള്ളവരെ, ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒക്ടോബർ മാസം പ്രത്യേകിച്ച് നമ്മൾ ജപമാല മാസമായിട്ടാണ് ആചരിക്കാറ്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ജപമാല ചൊല്ലിക്കൊണ്ട് ഈശോയിലേക്ക് നടക്കുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധ ജപമാലയോടുള്ള ഭക്തിയെല്ലാം കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. വീടുകളിലെ സന്ധ്യാപ്രാർത്ഥനകൾ കുറഞ്ഞു വരും. പക്ഷേ വിശുദ്ധ പാദ്രി പിയോ ഇപ്രകാരം പറയുന്നുണ്ട്: ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ശക്തമായ ആയുധമാണ് ജപമാല. അതുപോലെ തന്നെ വിശുദ്ധ 11-ാം പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്: പിശാചിനെ അകറ്റുവാനും ഒരുവനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനും സഹായിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ജപമാല. അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, രാജ്യത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയൊക്കെ തിരക്കുകൾ, ജോലിയുടേതായിട്ടുള്ള തിരക്കുകളുണ്ടെങ്കിലും ജപമാല ചൊല്ലാത്ത, സന്ധ്യാപ്രാർത്ഥനയില്ലാത്ത ഒരു ദിവസം പോലും നിങ്ങളിൽ നിന്ന് കടന്നു പോകരുത്. സ്നേഹമുള്ളവരെ, ജപമാല ഭക്തിയിൽ നമുക്ക് വളരാം. വിശുദ്ധ കുർബാനയുള്ള സ്നേഹത്തിൽ നമുക്ക് വളരാം, ആഴപ്പെടാം. തിരൂര് ഇടവകയിലെ എല്ലാ ദിവസവും രാവിലെ 5:40 ജപമാലയും തുടർന്ന് വിശുദ്ധ കുർബാനയുണ്ട്. കൂടാതെ വൈകിട്ട് 5:30 വിശുദ്ധ കുർബാനയും അതിനുശേഷം ജപമാല പ്രാർത്ഥനയുണ്ട്. സാധിക്കുന്ന എല്ലാവരും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും ജപമാലയിലും പങ്കെടുത്ത് ജപമാല ഭക്തി വളർത്തിയെടുക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചേർന്ന് അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് നമുക്ക് വളരാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.